വന്യമായൊരു പ്രണയം. സ്റ്റോറി വിദ്യാ നായർ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. ഉമ്മറത്തെ ചാരുകസേരയിൽ മുറുക്കാനും ചവച്ചെന്തോ കാര്യമായ ചിന്തയിലായിരുന്ന സരസ്വതിയുടെ കണ്ണുകൾ ഏതോ നിമിഷത്തിൽ അവിടേക്ക് വൃന്ദയുടെ കൈയും പിടിച്ചു നടന്നു വന്നിരുന്ന അംബാലികയുടെ മേൽ പാറി വീണു. ഇതാ കണ്ണൻ്റെ ഒപ്പം വന്ന കുട്ടിയല്ലേ? ഇവളെന്താ അമ്പയോടൊപ്പം? അമ്മേ, മുറിവെണ്ണ ഇരിപ്പുണ്ടോ? സരസ്വതി അവർ ഇരുവരെയും തുറച്ചു നോക്കി ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ് അംബാലിക അവരെ നോക്കി ചോദിച്ചത്. എന്തിനാ? പറയുമ്പോഴും സരസ്വതിയുടെ കണ്ണുകൾ പലപ്പോഴും വൃന്ദയിൽ തന്നെ തങ്ങി നിന്നിരുന്നു. ഇതേ നേരം സരസ്വതിയെ പേടിച്ച് തലയും കുമ്പിട്ട് അംബാലികയോട് ചേർന്ന് നിൽപ്പാണ് വൃന്ദ. അത് പിന്നെ ഈ മോളുടെ നെറ്റി നീന്താൻ നേരം കുളപ്പടവിലൊന്ന് മുട്ടി, അതിലൊന്ന് പുരട്ടാനാ. മുറിയിലുണ്ട്, എടുത്തോ. വൃന്ദയുടെ അല്പം വീർത്തുന്തിയ നെറ്റിയിലേക്ക് നോക്കിക്കൊണ്ട് അവർ മറുപടി നൽകി. വാ. അംബാലിക വൃന്ദയും കൂട്ടി അകത്തേക്ക് നടക്കാനായി ആഞ്ഞു. നിൽക്ക്. സരസ്വതിയുടെ കടുപ്പമേറിയ സ്വര അവരെ ഇരുവരെയും തേടിയെത്തി. നീ പോയി തൈലം എടുത്തിട്ട് വാ, ഈ കുട്ടി ഇവിടെ നിൽക്കട്ടെ. അംബാലിക എന്തോ പറയാൻ തുടങ്ങിയതും അവരുടെ വാക്കുകളെ തടഞ്ഞുകൊണ്ട് സരസ്വതിയുടെ സംസാരം അവിടെ മുഴങ്ങി. ശരിയമ്മേ, ഞാൻ പോയി എടുത്തിട്ട് വരാം. മോളിതാ അങ്ങോട്ടിരുന്നു. അംബാലിക വൃന്ദയുടെ കവിളിൽ മെല്ലെ തലോടി പറഞ്ഞ് അവർ സരസ്വതിയുടെ റൂമിലേക്ക് നടന്നു നീങ്ങി. എൻ്റെ കൃഷ്ണ, ഞാൻ ആകെ പെട്ടുവല്ലോ. വൃന്ദ അതേ നിൽപ്പ് നിന്നുകൊണ്ട് സ്വയം മനസ്സിലായി പറഞ്ഞുപോയി. ഇതേ നേരം സരസ്വതിയുടെ കണ്ണുകൾ തനിക്ക് മുന്നിൽ നിന്ന പെൺകുട്ടിയിൽ മാത്രമായി ഒതുങ്ങി നിന്നു. എന്താ ഇരിക്കാതെ നിൽക്കുന്നത്? സരസ്വതിയുടെ സ്വരം കടുത്തു. ഞാൻ ഇരിക്കാം. പേടിയാലെ അല്പം വിറയലോടെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന ചെയറിലേക്ക് അവൾ ഇരുന്നു. നോക്കട്ടെ, ഒത്തിരി മുഴച്ചോ? അല്പം അകന്നു മാറിയിരുന്നവളെ നോക്കി ഇരുത്തി മൂളിക്കൊണ്ട് സരസ്വതി അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തി നോക്കാൻ തുടങ്ങി. ഇതേസമയം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു നിന്ന ആ വീട്ടിലെ മറ്റംഗങ്ങളുടെ ഉള്ളിൽ വൃന്ദയോട് വല്ലാത്ത പക നിറഞ്ഞു. തലമുടിയിലെ ജട കളയാൻ നേരം കണ്ണുകൾ പലപ്പോഴായി പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഇന്ദ്രേട്ടനോട് തൻ്റെ നെറ്റിമുട്ടിയ കാര്യം അമ്പാമ്മ പറഞ്ഞതാണ്. എന്നിട്ടും ഇന്ദ്രേട്ടൻ അതേപ്പറ്റി ഇതുവരെ തന്നോടൊന്നും ചോദിച്ചില്ല. രാഘവേന്ദ്രൻ്റെ മൗനം വൃന്ദയെ വല്ലാതെ വീർപ്പൂട്ടിച്ചു. വൃന്ദ ചില കണക്കുകൂട്ടലുകളുമായി ബാൽക്കണിയിലെ സ്വിങ്ങിലേക്ക് ചാരിയിരുന്നുകൊണ്ട് അവൾ നേരത്തെ കോർത്ത് സൂക്ഷിച്ചിരുന്ന മുല്ലമാല തൻ്റെ തലയിലേക്ക് ചുറ്റിയിട്ടു. ഓ, എന്തൊരു ഗന്ധമായി പൂക്കൾക്ക്! കയ്യിലെ വാസന നാസികയിലേക്ക് ആഞ്ഞു വലിച്ചുകൊണ്ട് വൃന്ദ സ്വയം പറഞ്ഞു. ഇതേസമയം അവളിലെ ഓരോ കുഞ്ഞു ചലനങ്ങൾ പോലും അവൻ അറിയുന്നുണ്ടായിരുന്നു. നീ നിന്റെ പ്രണയം എന്നോട് തുറന്ന് സമ്മതിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം ഞാനിനി നിന്റെ മുന്നിലേക്ക് വരില്ല വൃന്ദ. സ്വിങ്ങിൽ തൻ്റെ വരവും കാത്ത് ചാഞ്ഞു കിടന്നിരുന്നവളെ നോക്കി അവനൊരു പുഞ്ചിരിയാലെ സ്വയം ആത്മകഥിച്ചു. അല്പസമയം പിന്നിട്ടതും അവളുടെ അരികിലേക്ക് ആരോ ഒരാൾ കടന്നു വന്നു. തൻ്റെ മുന്നിൽ നിന്നിരുന്നവനെ മനസ്സിലായ കണക്ക് അവളിലൊരു പുഞ്ചിരി വിടർന്നു. ചുണ്ടിൽ നിറച്ച ചിരിയോടെ തനിക്ക് മുന്നിൽ നിന്നവനെ മിഴികൾ ഉയർത്തി നോക്കാനായി തുടങ്ങിയതും അവൾ ആ ബെഡിലേക്ക് മലർന്നടിച്ച് വീണിരുന്നു. അവളൊരു ഞെട്ടലോടെ മുന്നിൽ നിന്നിരുന്നവനെ നോക്കി ചാടി എഴുന്നേക്കാൻ തുടങ്ങിയതും എൻ്റെ കൃഷ്ണ, എൻ്റെ നടു. സ്വപ്നത്തിലെ ഹാങ് ഓവറിൽ സ്വയം വിസ്മരിച്ച് സ്വിംഗ് ചെയറിലിരുന്ന് ചാടിയതും നിലത്തേക്ക് വീണു പോയിരുന്നു വൃന്ദ. വീണവേദനയിൽ രാഘവേന്ദ്രനെ മനസ്സാൽ നന്നായി സ്മരിച്ചുകൊണ്ട് വൃന്ദ തൻ്റെ നടുമ്പുറം താങ്ങി നിലത്ത് നിന്ന് ഒരുവിധം എഴുന്നേറ്റു. റൂമിലേക്ക് കയറി വന്ന വൃന്ദ കാണുന്നത് ബെഡിലേക്ക് ചാഞ്ഞിരുന്ന് കാര്യമായി മൂവി ആസ്വദിച്ച് കാണുന്നവനെയാണ്. താൻ വന്നതുപോലും ആൾ അറിഞ്ഞിട്ടില്ല. അവൻ്റെ ചെയ്തികൾ അവൾക്കുള്ളിൽ അവനോടുള്ള പരിഭവം നിറച്ചു. മുഖം പരിഭവത്താൽ വീർത്തു. കണ്ണുകൾ രണ്ടും നിമിഷ നേരം കൊണ്ട് സങ്കടത്താൽ നിറഞ്ഞു തുളുമ്പി. തൻ്റെ കണ്ണുകൾ പുറം കൈയാൽ അമർത്തി തൂത്തുകൊണ്ട് വൃന്ദ വന്ന വഴിയെ ശബ്ദം ഏതോ ഉണ്ടാക്കാതെ തിരികെ നടക്കാൻ തുടങ്ങിയതും ഒരു കരം അവളെ വലിച്ച് ബെഡിലേക്കിട്ടിരുന്നു. പെട്ടെന്നുള്ള വീഴ്ചയിലുള്ള പേടിയാൽ അവൾ വേഗം ചാടി എഴുന്നേക്കാൻ തുടങ്ങിയതും അവൻ്റെ ദൃഢമാർന്ന കരുത്താർന്ന ശരീരം അവൾക്കുമേൽ നിമിഷ നേരം കൊണ്ട് അമർന്നു കഴിഞ്ഞിരുന്നു. അവൻ്റെ വിരലുകൾ അവളുടെ മൃദുലമേനിയാകെ അലഞ്ഞു തുടങ്ങി.
പെട്ടെന്ന് പുറത്തെ ഡോറിലൊരു തട്ട് വീണു. വൃന്ദ അവനിൽ നിന്നും അകന്നു മാറി. മോളെ, ദേ അമ്മ വിളിക്കുന്നുണ്ട്, താഴേക്ക് വാ. കണ്ണാ. ഡോറിലെ തട്ടിനൊപ്പം അംബാലികയുടെ സംസാരവും അവരെ ഇരുവരെയും തേടിയെത്തി. ഇന്ദ്രേട്ടാ, അമ്മ വിളിക്കുന്നുണ്ട്, വീട്ട്. അംബാലികയുടെ വരവറിഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും തന്നിലേക്ക് അടുക്കുന്നവരെ വൃന്ദ വാക്കുകളാൽ തടഞ്ഞു. ചെല്ല്. രാഘവേന്ദ്രൻ അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി അതും പറഞ്ഞ് അവളെ വിട്ടുമാറി റൂമിലേക്കൊരു പോക്കായിരുന്നു. എൻ്റെ കൃഷ്ണ, നീ കുഴപ്പമായോ? ഇതേസമയം സരസ്വതിയമ്മ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന തൻ്റെ ആമാടപ്പെട്ടി വളരെ ശ്രദ്ധയോടെ എടുത്ത് ബെഡിലേക്ക് വെച്ചു. ദേ അമ്മേ, അമ്മ അന്വേഷിച്ച ആളെത്തിയട്ടോ, കയറി വാ മോളെ. സരസ്വതിയമ്മയുടെ റൂമിലേക്ക് കയറാൻ മടി കാട്ടി വാതിൽപ്പടിയിൽ തന്നെ നിലയുറപ്പിച്ച വൃന്ദയെ തന്നോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് അംബാലിക ബെഡിൽ ചാഞ്ഞിരുന്ന സരസ്വതിയമ്മയെ നോക്കി പറയവേ അവരുടെ കണ്ണുകളും അംബാലികയ്ക്കൊപ്പം തലക്കുമ്പിട്ട് അകത്തേക്ക് നടന്നു വരുന്നവളിലേക്ക് പതിഞ്ഞിരുന്നു. അമ്പാ, ആ വാതിലങ്ങ് അടച്ചേക്ക്, കുട്ടി വരൂ. അംബാലികയെ നോക്കി നിർദ്ദേശങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ തന്നെ സരസ്വതിയമ്മ വൃന്ദയെ നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവളെ തൻ്റെ അരികിലേക്ക് ക്ഷണിച്ചു. മോളെ അങ്ങോട്ടേക്ക് ചെല്ല്. ചെല്ലു കുട്ടി. സരസ്വതി സ്നേഹത്തോടെ വിളിച്ചിട്ടും അവർക്കരികിലേക്ക് പോവാൻ കൂട്ടാക്കാതെ അല്പം മടിയോടെ നിലയുറപ്പിച്ചവളെ നോക്കി അംബാലിക അല്പം ശാസിച്ചു പറയവേ അവൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പതിയെ അവർക്കരികിലേക്ക് പോവാൻ തയ്യാറായി. തൻ്റെ ഇരു കൈകളിലെയും വിരലുകൾ തമ്മിൽ കോർത്തു അഴിച്ചും തെല്ലൊരാദിയോടെ തനിക്ക് അരികിലേക്ക് മന്ദം നടന്നു വരുന്ന പെൺകുട്ടിയെ സരസ്വതിയമ്മ കണ്ണുകൾ വിടർത്തി നോക്കി. ഒരു ദേവത മാതിരിയുള്ള പെൺകുട്ടി. എന്തായാലും എൻ്റെ കണ്ണിന് ചേർന്നവൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എൻ്റെ കൃഷ്ണ, ഈ അമ്മൂമ്മ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? സരസ്വതിയുടെ അരികിലിരിക്കുമ്പോൾ വൃന്ദയുടെ മനസ്സിലൂടെ ധാരാളം ചോദ്യങ്ങൾ കടന്നുപോയി. അമ്പാ, എന്താ അമ്മേ? ദേ ഇതൊക്കെ ഒന്ന് മോളെ വേഗം അണിച്ചേ, പാകാവോന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ മാറ്റി വാങ്ങാം. സരസ്വതിയമ്മ അല്പം ഗൗരവത്തിൽ കയ്യിലിരുന്ന പൊന്നരഞ്ഞാണ് അംബാലികയെ ഏൽപ്പിച്ചു പറയവേ വൃന്ദ അംബാലികയെ നോക്കി വേണ്ട എന്ന് തല ചലിപ്പിച്ചു. അയ്യോ പൊന്നരഞ്ഞാണം, എൻ്റെ കൃഷ്ണ, ഇത്രയും വലിയ ഉരുപ്പടിയൊക്കെ എനിക്ക് തരുവാണോ? വേണ്ട. അംബാലികയുടെ കയ്യിലിരുന്ന് മിന്നിത്തിളങ്ങിയ പൊന്നിലുള്ള മുത്തരഞ്ഞാണം കണ്ട് വൃന്ദയൊന്ന് ഞെട്ടി. മോളെ, എന്തു നോക്കി നിൽക്കുക? ആ കുപ്പായം ഒന്ന് പൊക്ക്, അമ്മ ഇട്ട് തരാം. അയ്യോ അമ്മേ, ഇതൊന്നും എനിക്ക് വേണ്ട. വേണ്ടെന്നോ? ദേ ഞാനൊരു വീക്ക് വെച്ച് തന്നാവുണ്ടല്ലോ, ആ കുപ്പായം ഒന്നങ്ങ് പൊക്കിക്കേ. എന്ത് പറഞ്ഞാലും വേണ്ട. വൃന്ദയുടെ ഉള്ളിലെ ഭയം എന്തിനെപ്പറ്റി ഓർത്തിട്ടാണെന്ന് അറിയാവുന്ന അംബാലിക വൃന്ദയെ നോക്കി ഇരു കണ്ണുകളും ചിമ്മിക്കാട്ടി അവൾക്കല്പം ധൈര്യം പകർന്നു നൽകിക്കൊണ്ട് സരസ്വതിയെ കേൾപ്പിക്കാനായി മാത്രം അംബാലിക വൃന്ദയോട് അല്പം ചൂടായി സംസാരിച്ചു. മോൾക്കിത് നന്നായി പാകമായിട്ടുണ്ടമ്മേ, ദേ നോക്കിയേ, നല്ല രസമുണ്ട്. മോളൊന്ന് തിരിഞ്ഞ്. അംബാലിക അരഞ്ഞാണത്തിൻ്റെ ഹുക്ക് നന്നായി മുറുക്കിയിട്ടുകൊണ്ട് സരസ്വതിയമ്മയെ നോക്കി പറയവേ വൃന്ദയും തല അല്പം താഴ്ത്തി തൻ്റെ അരയിലേക്ക് നോക്കി. നല്ല രസമുണ്ട് ഇങ്ങനെ അരയിൽ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന കാണാൻ. പക്ഷെ എന്തിനാ എനിക്കിതൊക്കെ ഇവർ തരുന്നേ? ഞാൻ ഇവരുടെ ആരും അല്ലല്ലോ. മോൾക്ക് ഇഷ്ടമായോ? ഓരോന്ന് ചിന്തിച്ച് നിൽക്കവെയാണ് അംബാലിക വൃന്ദയെ നോക്കി ചോദിച്ചത്. യാതൊരുവിധ സങ്കോചവും കൂടാതെ വൃന്ദ അവർക്കുള്ള മറുപടി നൽകി. ദേ ഈ പാദസരവും വളയും കമ്മലും മാലയും ഒക്കെ ആ കുട്ടിയൊന്ന് അണിയിക്ക്. സരസ്വതിയമ്മ തനിക്കരികിലിരുന്ന ആമാടപ്പെട്ടിക്കുള്ളിലെ പൊന്നിലുള്ള ഓരോന്നും എടുത്ത് പുറത്തേക്ക് വെച്ചുകൊണ്ട് അംബാലികയെ നോക്കി പറയവേ വൃന്ദയും അംബാലികയും അവരുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ ഒരുപോലെ ഞെട്ടി നിന്നു പോയി. അമ്മേ, ഇതൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ അണിഞ്ഞാൽ പോരെ? പോരാ. അമ്മേ, ഇത്രയധികം സ്വർണ്ണപ്പം എന്ത്? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, നീ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് കേട്ടാൽ മതി. സരസ്വതിയമ്മ അംബാലികയെ നോക്കി വലത് കൈപ്പത്തി ഉയർത്തിക്കാട്ടി ശാസിച്ചു പറയവേ ഇനിയൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ അംബാലിക
തനിക്കരികിൽ കണ്ണുകൾ നിറച്ചു നിന്നിരുന്നവളെ നോക്കി കണ്ണ് ചിമ്മി കാട്ടിക്കൊണ്ട് അവിടെ ഇരുന്ന ആഭരണങ്ങൾ ഓരോന്നും എടുത്ത് അവളെ അണിയിച്ചൊരുക്കി. അംബാലിക അതിലെ എല്ലാം വൃന്ദയെ അണിയിച്ചുകൊണ്ട് സരസ്വതിയമ്മയ്ക്ക് കാണാൻ കണക്കിന് അവളെ മുന്നിലേക്ക് അല്പം നീക്കി നിർത്തി. കേമായിട്ടുണ്ട്, ഒന്നിനും പഴക്കം തീരെ തോന്നണില്ല. ഇതൊക്കെ അഴിച്ചു മാറ്റി ഈ കുട്ടിയെ തന്നെ ഏൽപ്പിച്ചേക്കമ്പ. ഉത്സവം ഇങ്ങെത്തി. അന്ന് ഇതൊക്കെ അണിഞ്ഞു വേണം അമ്പലത്തിൽ പോവാൻ, കേട്ടോ? സരസ്വതിയമ്മ അതും പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും പതിയെ എഴുന്നേറ്റു. മോള് വാ. വൃന്ദ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ അംബാലിക അവളെ അണിയിച്ച ഉരുപ്പടിയൊക്കെ അഴിച്ചു മാറ്റി പെട്ടിയിലാക്കി എടുത്തു. അമ്മി, ഞാൻ എല്ലാം പറയാം, മോള് വാ. വൃന്ദ എന്തോ പറയാനായി തുടങ്ങിയതും അംബാലിക അവളെ തടഞ്ഞു. രാഘവേന്ദ്രൻ തൻ്റെ ജോലികളൊക്കെ തീർത്തു കഴിഞ്ഞ് വൃന്ദയെ തിരക്കി താഴേക്ക് നടക്കാൻ നേരമാണ് വൃന്ദ അംബാലികയോടൊപ്പം കയ്യിലൊരു ആമാടപ്പെട്ടിയുമായി സരസ്വതിയുടെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് അവൻ കാണുന്നത്. അവൻ്റെ നെറ്റിയൊന്ന് ചുളിച്ചുകൊണ്ട് വൃന്ദയെ തന്നെ നോക്കി നിന്നു. മോള് ചെല്ല്, എനിക്കൊരല്പം ജോലിയൂടെ ഉണ്ട് ബാക്കി. ഇതൊക്കെ കൊണ്ടുപോയി അലമാരയിൽ കൊണ്ടുപോയി വയ്ക്കേട്ടോ. വൃന്ദയുടെ കവിളിൽ മൃദുവായി തഴുകി പറഞ്ഞ ശേഷം അംബാലിക വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി. അംബാലിക പോയ പാടെ വൃന്ദ വേഗം ആഭരണപ്പെട്ടിയുമായി റൂമിലേക്ക് നടന്നു നീങ്ങി. അപ്പോഴും അവളുടെ ഉള്ളം നിറയെ സംശയങ്ങളായിരുന്നു. റൂമിൽ മടങ്ങിയെത്തിയ വൃന്ദ കയ്യിലെ പെട്ടി ബെഡിലേക്ക് വേഗം വച്ചുകൊണ്ട് ഒരുവനായി ആ മുറിയാകെ കണ്ണുകളാൽ തെരഞ്ഞു. ഇതെവിടെ പോയി? ഏയ്, കോട്ടൺ ക്യാൻഡി. അവൻ്റെ വശ്യത കലർന്ന സ്വരം അവളുടെ കാതുകളെ കുളിരണിയിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ കൈവിരലുകൾ അവളുടെ ഇടുപ്പിലായി എന്തോ തേടി അലഞ്ഞു നടന്നിരുന്നു. തുടരും.